ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ 1-2 മാംഗോസ്റ്റിൻ കാലത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ, ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞപ്പോൾ 2013 കുഴിച്ചിട്ടതാണ്. ഇപ്പം എത്രയായി? 12 കൊല്ലം. അപ്പോൾ 9ാം കൊല്ലമാണ് ഇത് കായ്ച്ച് കിട്ടിയത്. ഇതെനിക്ക് വിത്ത് തൈയാണ് എന്നാണ് തോന്നുന്നത്. ശരിക്കും മാംഗോസ്റ്റിൻ വിത്ത് തൈയാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാംഗോസ്റ്റിൻ ഗ്രാഫ്റ്റ് തൈ മേടിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈഡിലേക്ക് പോയിട്ടുള്ള കൊമ്പുകൾ എടുത്തിട്ടായിരിക്കും അവർ ഗ്രാഫ്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് നേരെ നിൽക്കാനാവതില്ലാതെ വളഞ്ഞ് പൊളഞ്ഞ് പോകും. സ്വീറ്റ് കോകം, മാംഗോസ്റ്റിൻ, പിന്നെന്താ കൊടംപുളി, ഇതിൻ്റെയൊക്കെ പ്രശ്നം ഇതാണ്. അതായത് ഗാർസീനിയ ഫാമിലി എന്ന് പെട്ട ചെടികളാണ് ഈ കോകവും മാംഗോസ്റ്റിനും പിന്നെ ഈ കൊടംപുളിയൊക്കെ. അപ്പോൾ 9ാം കൊല്ലം അങ്ങോട്ട് കായ്ച്ചു. അത് കഴിഞ്ഞിട്ടിപ്പോൾ 3-ാമത്തെ 4-ാമത്തെ സീസണാണ്. കണ്ടില്ലേ, കൊണ്ടുവയ്ക്കുന്ന സമയത്തുണ്ടായിരുന്ന ഒരു 9-10 കൊല്ലം മുമ്പുണ്ടായിരുന്ന കൊമ്പ് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി പ്രായം കൂടുന്നതിനനുസരിച്ച് അതൊക്കെ ഇങ്ങനെ പോവും. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഉള്ളതിൽ എനിക്ക് തിന്നു മടുക്കാത്ത ഫ്രൂട്ടാണ് മാംഗോസ്റ്റിൻ. ഇതിൻ്റെ പഴങ്ങൾ കാണിച്ചു തരാം. ഇത് അപ്പുറത്തെ പറമ്പിലേക്ക് പോയിട്ട് ഇങ്ങോട്ട് ചാച്ചു വെച്ചതാണ്. പലരും പറയുന്നത് കണ്ട, ഇതിനിപ്പോൾ 1, 2, 3, 4, 5 ഇതളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 5 അല്ലികൾ ഉണ്ടാവുന്നതാണ്. ഇതിൻ്റെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ഇവിടെ നിറച്ച് കായ്ച്ചിട്ടുണ്ട്. ഞാൻ ഫോളിയാർ സ്പ്രേ കൊടുത്തിട്ട് ആദ്യത്തെ വിളവാണ്. അത്യാവശ്യം വിളവുണ്ടായിട്ടുണ്ട് ഫോളിയാർ സ്പ്രേ കൊടുത്തതിന് ശേഷം. അപ്പോൾ വലിപ്പം എത്ര വരും എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഫോളിയാർ സ്പ്രേ ഉപകാരം ഉണ്ടെന്ന് വിചാരിക്കുന്നു. വലിപ്പം എത്രയുണ്ടെന്ന് കണ്ടറിയണം. ഈ ഭാഗത്താണ് തൈകൾ കൂടുതലുണ്ടായിട്ടുള്ളത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിത് മേടിക്കുമ്പോൾ തന്നെ ഞാൻ അറിഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ഇതിനൊരു ഷെയ്ഡാണ് ഇഷ്ടപ്പെടുന്ന മരമാണെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ വീടിൻ്റെ സൈഡിൽ ഒരു ഷെയ്ഡിലാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ തറ, മതിൽ, അതിർത്തി, ഇതിൻ്റെ ഇടയിൽ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അവിടെ അറ്റത്ത് ഞാനൊരു ചാമ്പയുടെ വീഡിയോയിൽ ഈ ഏരിയ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അറ്റത്തൊരു മൂവാണ്ടമ്മാവ്, പിന്നെ ഇവിടെ ഒരു ചുവന്ന സീതപ്പഴം, പിന്നെ മാവ്. ഞാൻ അങ്ങോട്ട് പോയി കാണിച്ചു തരാം. ഈ ഒരു ഏരിയയിൽ, അതായത് ഒരു 8 അടി 10 അടി വീതിയിലുള്ള വീടിൻ്റെ സൈഡാണ്. അതായത് കയറി വരുന്ന ഭാഗം, അതിൻ്റെ സൈഡ് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ബാക്ക് വരെ ഉള്ളത്. അപ്പുറത്തെ വീട്ടുകാർക്ക് ഇങ്ങോട്ട് വരാനുള്ള ഗേറ്റിൻ്റെ അവിടം വരെ പഴച്ചെടികളുണ്ട്. അതായത് മൂവാണ്ടൻ മാമ്പഴം, പിന്നെ ഇത് ചുവന്ന ചുവന്ന സീതപ്പഴമാണ്. ചുവന്ന ആത്തച്ചക്ക വേറെ ഉണ്ട്. ചുവന്ന സീതപ്പഴമാണ്. നിറച്ച് പൂവിട്ടിട്ടുണ്ട്. കാ പിടിക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ചാമ്പയുടെ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്ത് കഴിഞ്ഞു. ചുവന്ന പേര ഇതിനിടയിലുണ്ട്. പിന്നെ ഉള്ളത് ഇവിടെ നാരകം ആണ്. ഇതേ കണ്ട, ഇതിപ്പോൾ ഒരു കൊലയിൽ 3 എണ്ണം ഉണ്ട്. അപ്പുറത്തൊരു കൊലയിൽ 6 എണ്ണം ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ റംബൂട്ടാനാണ്. റംബൂട്ടാൻ മുകൾ ഭാഗത്താണ് നിറയെ പൂവിട്ടിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞ പോലെ മാംഗോസ്റ്റിൻ. അപ്പോൾ അതൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻസൈഡം വന്നോ ടെറസിൻ്റെ മുകളിൽ നിന്ന് പൊട്ടിക്കാനുള്ള ഒരു കാര്യം കൂടെ നോക്കിയിട്ടാണ് നമ്മളിതിവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്ന. ഫോളിയാർ സ്പ്രേ ഒക്കെ കൊടുത്തപ്പോൾ നല്ല വലിപ്പത്തിലും നല്ല ഉഷാറിലൊക്കെ ചെടിയുണ്ട്. കായ്കൾ എത്രത്തോളം വലിപ്പം വരും എന്നതിനനുസരിച്ച് നോക്കണം. പിന്നെ ഇത് നമ്മളത് വളമൊന്നും അങ്ങനെ ഓവറായിട്ടെന്നല്ല, ശരിക്ക് കൊടുക്കേണ്ട ഭാഗത്തിൽ കൊടുത്തിട്ടില്ല. ശരിക്ക് മാംഗോസ്റ്റിൻ മരം കൊള്ളാവുന്ന വലിപ്പത്തിലുള്ളൊരു മരം ഉണ്ടാക്കി കാശുണ്ടാക്കി ആ മാംഗോസ്റ്റിൻ മരം മാത്രം മതി. ഓരോ കൊല്ലവും 5 കിലോ ചാണകം ഇത് ഒക്കെ കൊടുക്കണമെന്നാണ് പറയുക. അപ്പോൾ ഞാനിപ്രാവശ്യം ഒരു രാസവളം പരീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു. അടുത്ത കൊല്ലത്തേക്ക് വിളവും കാര്യങ്ങളും വ്യത്യാസം അറിയണമല്ലോ. അപ്പോൾ മാംഗോസ്റ്റിൻ കായ്ച്ചതിൻ്റെ ഒരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ.